ഹായ് ഫ്രണ്ട്സ്, ഡി വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള വീഡിയോ തന്നെയാണിതും. നമ്മൾ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു തൃശ്ശൂർ കല്ലൂർ. കല്ലൂർ എന്ന് പറയുന്നത് എൻ്റെ പേപ്പൻ്റെ വീടാണ്. പേപ്പൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ നല്ല പുൽക്കൂടാന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളത് എടുത്തത്. അപ്പോൾ അത് കാണാൻ നല്ല മനോഹരമായിരുന്നു. അപ്പോൾ അവിടെ നിന്നൊരു ചേട്ടൻ ഞങ്ങൾ പറ്റിച്ചു. ഇവിടെ ആമ്പല്ലൂർ ഭയങ്കര ഗംഭീര പുൽക്കൂടാണ്, കാണാൻ അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ ഫാമിലി ആയിട്ട് തന്നെ അവിടെ നിന്ന് നേരെ വിട്ടടിച്ച് ഇവിടെ എത്തി. ഇതൊരു പ്രൈവറ്റായിട്ടൊരു ജോസ് എന്നോ അങ്ങനെ എന്ത് പേരുള്ള ഒരാളുടെ സൃഷ്ടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിലിപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 രൂപ പാസ്സൊക്കെ കൊടുത്തിട്ടാണ് നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. അപ്പോൾ 100 രൂപ പാസ്സും കൊടുത്തതിലേക്ക് കയറിപ്പോൾ എനിക്ക് തോന്നിയത് അതിനുള്ളത് ഉണ്ടോയെന്ന് ചോദിച്ചാൽ 100 രൂപയ്ക്കുള്ളത് ഉണ്ട്. പക്ഷേ നേരത്തെ നമ്മൾ കണ്ട കല്ലൂരത്തെ പുൽക്കൂട്, അതുപോലെ വേറെയും കുറച്ച് പുൽക്കൂടുകളുടെ ക്രിബുകളുടെയൊക്കെ വീഡിയോസ് വരാനുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിൽ ഒന്നുമില്ല. ഇതൊരു 1.5 ഏക്കർ സ്ഥലത്താണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് കാണാൻ ഭംഗിയുണ്ടോയെന്ന് ചോദിച്ചാൽ ഭംഗിയൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കൊരു എന്താ പറയുക, പ്രത്യേകിച്ചൊന്നും എടുത്തു പറയാത്തക്ക രീതിയിലൊന്നും അങ്ങനെ കാണാൻ ഭംഗിയായിട്ട് തോന്നിയിട്ടുമില്ല. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഇത്. ഇപ്പം നിങ്ങൾ ആരെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് പോയാൽ മതി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇട്ടത്. ഇതിപ്പോൾ എത്ര ദിവസം ഉണ്ടെന്ന് അറിയില്ല. ഇനിയും നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പോവാം. ഓക്കെ. അപ്പം ഞങ്ങൾക്ക് തോന്നിയത് ഇപ്പോൾ ശരിക്കും പറഞ്ഞത് കാണാൻ പോകേണ്ടിയിരുന്നില്ല എന്നാണ് തോന്നിയത്. അതിലാകെ എനിക്കൊരു ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ടാണ് ഇപ്പോൾ ഈ കാണാൻ പോകുന്നത്. നമ്മുടെ ഈ മഞ്ഞൊക്കെ വീഴില്ല, അതുപോലെ ഒരു ഫീലിൽ പൈപ്പിൽ വെള്ളമൊക്കെ സ്പ്രേ ചെയ്തുകൊണ്ട് നല്ലൊരു ആംബിയൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ആകെ എനിക്കൊരു എന്താ പറയുക ഇതിലൊരു അട്രാക്റ്റീവായിട്ട് തോന്നിയത്. ബാക്കി അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു വലിയ ഫീലൊന്നും തോന്നിയില്ല. പിന്നൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, പിന്നെ അവരൊരു ഈ 100 രൂപ നമുക്ക് ലോസ് അല്ല, ഒരു 10-25 രൂപ നമുക്ക് ചെറിയൊരു സ്നാക്സൊക്കെ ലാസ്റ്റ് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് ഈ ടിക്കറ്റിൽ. ഇത് ഇവരുടെ തന്നെ കുറച്ച് കൗണ്ടറുകളുണ്ട്. അപ്പോൾ അത് ഈ വീഡിയോയിൽ കാണാം. ഇതൊരു കൗണ്ടറുണ്ട്. ആ കൗണ്ടറിൽ നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ ഐസ്ക്രീം, ഏതെങ്കിലും ഒരു സ്നാക്സ് നമുക്കത് ഫ്രീ ആയിട്ട് ഈ ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കുഴപ്പമില്ല, നഷ്ടമൊന്നും പറയാനില്ല. ഈ പറഞ്ഞ പോലെ നമ്മൾ വലിയ പ്രതീക്ഷകളൊക്കെ വെച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുള്ളതില്ല എന്ന് മാത്രം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനും നല്ല പുൽക്കൂടുകൾ ക്രിബുകളൊക്കെ വെറുതെ പോയി കണ്ടുവരുന്നതാണ്. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴുള്ള ഒരു ഡിഫറൻസാണ് പറയുന്നത്. എങ്കിലും പക്ഷേ ആൾ പണിയെടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഗുഹയൊക്കെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം പണിയെടുത്തിട്ടുണ്ട്. അതും മറ്റേ പെയിൻ്റൊക്കെ കണ്ടില്ലേ. അതുപോലെ തന്നെ നമ്മൾ ഈ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ കുറേ എഫേർട്ട് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ 100 രൂപ കൊടുക്കാമെന്ന് പറയുമ്പോൾ നമ്മൾ വലിയ എമൗണ്ടും അല്ല. ഈ പറഞ്ഞ പോലെ ഇതൊക്കെ കണ്ടുകൊണ്ട് നടക്കാം. എനിക്ക് തോന്നുന്നത് ഒരു ഈവനിങ് വാക്കുമായിട്ടും അങ്ങനെയും വേണമെങ്കിൽ കണക്കൂട്ടാം. കാരണം 1.5 ഏക്കർ സ്ട്രീറ്റ് നടക്കുകയല്ല, നമ്മൾ ഇങ്ങനെ വളഞ്ഞാണ് നടക്കുന്നത്. ഏകദേശം ഒരു മണിക്കൂറോളം നമ്മുടെ ഇതിൽ സ്പെൻഡായി പോവും ഈ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഫാമിലിയായിട്ട് അത്യാവശ്യം സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ കാഴ്ചകളൊക്കെ കണ്ട് നടക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ആമ്പല്ലൂർ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ക്രിബിൻ്റെ ഒരു എക്സിബിഷൻ. അത് നമുക്ക് ഫീൽ ചെയ്യുന്നത് കാണാനുള്ളതും. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വന്ന് കാണാം. ആരും ഞാൻ പറഞ്ഞ പോലെ അയ്യോ ഞങ്ങൾക്ക് ലോസായെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കാണാതിരിക്കണ്ട. അത്യാവശ്യം കാണാനുണ്ട് താനും. പിന്നെ കുറച്ച് ചെളി വിളിയൊക്കെ ആയി കിടക്കുകയാണ്. കാരണം ഇതൊരു പാടം ഏരിയ ആയിട്ടാണ് തോന്നിയത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ട്, നമ്മൾ ഈ ചെളിയുള്ള ഭാഗത്ത് ജസ്റ്റ് ഇങ്ങനെ നടന്നു പോകുന്നതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണ്. അതൊന്നും വലിയൊരു ബുദ്ധിമുട്ടുമല്ല പറയുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വരിക, കാണുക. അപ്പോൾ എന്തെങ്കിലും ആൾക്കൊരു സപ്പോർട്ട് എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ 4 ആളും വന്ന് കണ്ട് ആസ്വദിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് മറ്റ് പുൽക്കൂടുകൾ ക്രിബുകളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്തപ്പോഴാണ് ഇവിടെ ഒന്നുമില്ല എന്ന് തോന്നിയത് സത്യം പറഞ്ഞാൽ. ലൈറ്റിൻ്റെ കാര്യത്തിൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കുറേ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. അപ്പോൾ നമുക്ക് ഫോട്ടോസൊക്കെ അതുപോലെ തന്നെ വേറെ പ്രത്യേകിച്ച് കാര്യം പറയേണ്ടത്, ഫോട്ടോ എടുക്കാൻ കുറച്ച് സെക്ഷനുകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് കുഴപ്പമില്ല, ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല സ്ഥലങ്ങളാണ്. അപ്പോൾ ഞങ്ങളൊരു നല്ലൊരു സ്പോട്ട് കണ്ടപ്പോൾ അവിടെ നല്ല ഫോട്ടോ ഒക്കെ എടുത്തിരുന്നു. അതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതാ ഒരു നല്ലൊരു ഫീൽ കിട്ടുന്ന എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ട് ഇതായിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ നടന്നു വരുന്നുണ്ട്. അപ്പോൾ അത്രയും ഭംഗി നമുക്ക് തോന്നില്ല. ഈ ഒരു സ്പോട്ടിലെത്തി കഴിയുമ്പോൾ ഈ സൈഡിലോട്ട് നോക്കുമ്പോഴാണ് ഈ മനോഹരമായ കാഴ്ച കാണാൻ പറ്റുന്നത്. അപ്പം ഇങ്ങനെ കുറച്ച് കാണാൻ പറ്റിയ നല്ല സ്ഥലങ്ങളുണ്ട്.
അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ പോയി കാണാം. നേരിട്ട് പോയി കാണുന്ന ഒരു ഫീൽ വേറെ തന്നെയാണ്, ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല. അപ്പോൾ ശരിക്കും ക്രിബിൻ്റെ അതായത് പുൽക്കൂട് എന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന സ്പോട്ടിലോട്ടാണ് കയറുന്നത്. അവിടെ മൊത്തം ഒരു വേറൊരു വൈബാണ്. ഇപ്പോൾ ഈ കണ്ട പോലെയൊന്നുമല്ല, ഓപ്പൺ സ്പേസ് ഒന്നുമല്ല, ഒരു ക്ലോസ്ഡ് ഏരിയയിലാണ് പുൽക്കൂട് സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല അത് വലിയ കുഴപ്പമൊന്നുമില്ല, കാണാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെയാണ്. ഇത്ര വലിയ ക്രിബും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ട് അതിൽ എനിക്കൊരു കുറച്ച് മോശമായിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സ്റ്റാറ്റ്യൂസൊക്കെ സാധാരണ നമ്മൾ വീടുകളിൽ വയ്ക്കുന്ന ചെറിയ സ്റ്റാറ്റ്യൂസാണ്. നമ്മൾ സാധാരണ സെറ്റ് ചെയ്തിരിക്കുന്ന വീടുകൾ പുൽക്കൂട് സെറ്റ് ചെയ്യുമ്പോൾ വയ്ക്കുന്ന ചെറിയ ചെറിയ സ്റ്റാറ്റ്യൂസില്ലേ, അപ്പോൾ അങ്ങനത്തെ സ്റ്റാറ്റ്യൂസാണ്. അതായത് ക്രിസ്തുവിൻ്റെ ആയാലും ഉണ്ണീശോയുടെ അതുപോലെ മാതാവിൻ്റെ ഔസേപ്പിതാവിൻ്റെയൊക്കെ സ്റ്റാറ്റ്യൂസ്. അതായത് നല്ലൊരു ഫോട്ടോ സ്പേസ് ആയിരുന്നു. ഇവിടെ വെച്ച് ഞങ്ങൾ ചെറുതായിട്ടൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് പോയത്. നല്ല മനോഹരമായിട്ടുള്ള ഒരു ഫോട്ടോ ഒക്കെ കിട്ടി ഞങ്ങൾക്ക്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഈ ആമ്പല്ലൂരുള്ള ഈ പുൽക്കൂടിൻ്റെ കാഴ്ചകൾ ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും ചെല്ലണം. അതുപോലെ തന്നെ ഞാൻ പറയുകയാണെങ്കിൽ ആ ഏരിയയിലുള്ളവർക്ക്, അതായത് ആമ്പല്ലൂരിന് തൊട്ടടുത്ത് കിടക്കുന്ന ആളുകൾക്ക് ഇത് കാണാൻ വരുന്ന ഒരു നഷ്ടമല്ല. 100 രൂപ കൊടുക്കുക എന്ന് പറയുന്നതും അതിനുള്ള കാഴ്ചകളും അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക ഫാമിലി ആയിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് തന്നെയാണ്. നല്ലൊരു ആംബിയൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ കഫ്റ്റീരിയ വന്നിട്ട് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഇരുന്ന് സമാധാനത്തിൽ ഫാമിലിയായിട്ട് സംസാരിച്ച് ഇപ്പോൾ ഇത്ര ദൂരം നടന്നതിൻ്റെ ക്ഷീണം നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്, ഫുഡ് ഏരിയ, ഫുഡ് കോർട്ട്. അപ്പോൾ അവിടെ വന്ന് നമുക്ക് ഫുഡൊക്കെ കഴിച്ച് നമുക്ക് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് സംസാരിച്ച് അപ്പോൾ അതൊക്കെ യാത്ര. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ അവിടെ പാടം ഭാഗത്ത് ചെടിയൊക്കെയായി ഇത്തിരി ബുദ്ധിമുട്ടി എന്നുള്ളത്. അപ്പം അത് ഈ ഏരിയ ആണ്. ഇവിടെ നമുക്ക് അവരുടെ വെള്ളത്തിൻ്റെ പരിപാടി ചെയ്തിരിക്കുന്നവർ തന്നെയാണ്. ചെളി വിളിയായി കിടക്കുന്നുണ്ട് കുറച്ച്, എങ്കിലും അതൊന്നും ഒരു വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല. അത് കുറച്ച് ഏരിയ ഉള്ളൂ, ആ ഒരു വഴി ക്രോസ് ചെയ്യാന്നുള്ളൂ, വേറെ കുറേ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കയറാൻ പോകുന്ന ഒരു ബ്രിഡ്ജിലേക്കാണ്. ഒരു വുഡൻ്റെ ബ്രിഡ്ജൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഈ പാടത്തിൽ എന്താ പറയുക ഒഴുകുന്ന വെള്ളത്തിനെ ക്രോസ് ചെയ്തിട്ടൊക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പല ഭാഗങ്ങളും അവരൊന്നും ചെയ്യേണ്ട വന്നിട്ടില്ല, കാരണം പാടത്ത് ഇങ്ങനെ കാടൊക്കെ പിടിച്ച് കിടക്കുന്ന ആ ഒരു സ്പോട്ടൊക്കെ അവർ ലൈറ്റ് ഇട്ട് വെച്ചിരിക്കണം, പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ. അപ്പോൾ നമ്മളിങ്ങനെ നടന്നിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു പോവാം. അടുത്തത് ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു സ്പോട്ടിലോട്ടാണ് ഈ ബ്രിഡ്ജ് കഴിഞ്ഞ് നമ്മൾ കയറി ചെല്ലുന്നത്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ലാസ്റ്റ് എൻഡാണ് ഇതിൻ്റെ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്രിബിൻ്റെ ഒരു കാഴ്ചകളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതോടുകൂടി തീരുകയാണ്. ഇത് കഴിഞ്ഞ് പിന്നെ ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നല്ല മനോഹരമായിട്ട് ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഏരിയ കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ചെറിയ ചെറിയ ടെൻറ്റുകൾ. അപ്പോൾ അവിടെ പോയി നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. ഇവിടെ വന്ന ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കുന്നത് നമുക്കിതിൽ കാണാം. ഫോട്ടോ ഒക്കെ എടുത്ത് ചെറിയ കുട്ടി ഒരു ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു. അപ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഓടിയതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഫുഡ് കോർട്ട്. ഫുഡ് കോർട്ടിൽ ഇതാണ് അവർ പറഞ്ഞ 2 കൗണ്ടറുകൾ. ആ 2 കൗണ്ടറുകളിൽ നിന്ന് നമുക്ക് ആ പാസ് കൊടുത്ത് ഫ്രീ ആയിട്ട് എന്തെങ്കിലും സ്നാക്സ് കിട്ടും. അതൊക്കെ കഴിച്ച് നമുക്ക് റിലാക്സ് ചെയ്ത് അവിടെ ഇരിക്കാം. ഇതൊക്കെയാണ് ഇതിൻ്റെ കാഴ്ചകൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവണ് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.